ലൈഫ് സയൻസസ് JRF നെറ്റിനെ പ്രിപ്പയർ ചെയ്യുന്നതിന് ഏതൊക്കെ ടോപ്പിക്കുകൾ നിർബന്ധമായും അറിഞ്ഞിരിക്കണം എന്നതിനെ കുറിച്ചിട്ടുള്ളതാണ് ഈ വീഡിയോ. ആദ്യം നമ്മൾ ചെയ്തിരിക്കേണ്ടത് ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്യുക എന്നുള്ളതാണ്. നെറ്റ് കോച്ചിങ്ങിനൊന്നും പോവാതെ സ്വയം പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ മുമ്പത്തെ 2-3 തവണത്തെ എക്സാമുകളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്താണ് വന്നിട്ടുള്ളത്, ഏതൊക്കെ ടോപ്പിക്സ് എന്നാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്, ഏതിനൊക്കെയാണ് എംഫസിസ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളതിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം ആദ്യം. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കയ്യിലില്ലെങ്കിൽ മുമ്പ് എക്സാം എഴുതിയവരടുത്ത് ചോദിക്കുകയോ മറ്റോ ചെയ്തിട്ട് വേണം നമ്മൾ പഠിക്കാനായിട്ട് തുടങ്ങാൻ. CSIR സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും. അപ്പോൾ ആ ലിങ്ക്, ആ സൈറ്റിലേക്കുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്തിട്ട് പഠിക്കുന്നതാണ് ഏറ്റവും എളുപ്പമുള്ളൊരു വഴി. പിന്നെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നോട്ട് ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം. നമ്മൾ 2-3 ബുക്സ് റെഫർ ചെയ്യണം. ഒരു ടോപ്പിക് ആണെങ്കിലും അതിന് 2-3 ബുക്ക് റെഫർ ചെയ്തിട്ട് വേണം നോട്ട് ഉണ്ടാക്കാനായിട്ട്. ഒരു ടെക്സ്റ്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ഒരിക്കലും പഠിക്കരുത്. കാരണം ഒരു ടെക്സ്റ്റിൽ ഇല്ലാത്ത കാര്യം വേറെ ടെക്സ്റ്റിൽ ഉണ്ടാവും. പിന്നെ നോട്ട് ഉണ്ടാക്കിയാൽ നമുക്ക് എക്സാമിന് മുമ്പ് പെട്ടെന്ന് എന്തെങ്കിലും റിവൈസ് ചെയ്യാനും ഒക്കെ എളുപ്പം ഉണ്ടായിരിക്കും. അപ്പോൾ ആദ്യം മോളിക്യുലർ ബയോളജി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് നെറ്റിനെ പഠിക്കുന്നവർക്ക്. അപ്പോൾ അതിൽ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ, റെപ്ലിക്കേഷൻ, പ്രോകാരിയോട്സിന്റെയും യൂകാരിയോട്സിന്റെയും അറിഞ്ഞിരിക്കണം. പിന്നെ RNA, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് RNA എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, അത് പഠിക്കണം. DNA റിപ്പയറിനെ കുറിച്ച് പഠിക്കണം. ടീലോമിയേഴ്സിനെ കുറിച്ചിട്ടുള്ള ഒരു ഭാഗം ഉണ്ടാവും, അത് അറിഞ്ഞിരിക്കണം. ജീൻ റെഗുലേഷൻ, ഓപ്പറോൺ കോൺസെപ്റ്റ് പോലത്തെ സാധനങ്ങൾ. പിന്നെ അബൌട്ട് യൂക്രോമാറ്റിൻ ആൻഡ് ഹെട്രോക്രോമാറ്റിൻ, മ്യൂട്ടേഷൻ എന്ന് പറയുന്ന ടോപ്പിക് ഇസ് അനദർ ഇമ്പോർട്ടൻറ്റ് ഏരിയ. അപ്പോൾ അതിനുള്ള റെഫർ ചെയ്യാവുന്ന ഓതേഴ്സാണ് ജെറാൾഡ് കാർപ്പിൻ്റെയും പിയേഴ്സിൻ്റെയും ഒക്കെ ടെക്സ്റ്റുകൾ. സെൽ ബയോളജിയാണ് വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം. സെൽ സൈക്കിൾ, അതിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ക്യാൻസർ ബയോളജി, ക്യാൻസർ എങ്ങനെയാണ്, വാട്ട് കോസസ് ക്യാൻസർ എന്നുള്ള കാര്യങ്ങളൊക്കെ വരുന്ന ജീൻസ്, അങ്ങനത്തെ മെക്കാനിസംസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അബൌട്ട് ട്രാൻസ്പോസോൺസ്, പിന്നെ സെൽ സിഗ്നലിംഗ് എന്ന് പറയുന്നൊരു വലിയൊരു ഭാഗമാണ്. അതിൽ വരുന്ന സിഗ്നൽ ട്രാൻസാക്ഷൻ പാത്വേസ്, സെക്കൻഡറി മെസ്സഞ്ചേഴ്സ്, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ അപ്പോപ്ടോസിസ് ഇസ് അനദർ ഇമ്പോർട്ടൻറ്റ്. സോ അതിനെ റെഫർ ചെയ്യാവുന്നത് കൂപ്പറിൻ്റെയും പിയേഴ്സിൻ്റെയും ഒക്കെ ടെക്സ്റ്റുകളാണ്. ഡെവലപ്മെന്റൽ ബയോളജി എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് അറാബിഡോപ്സിസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവുമല്ലോ. പ്ലാന്റ്, അതിലുള്ള ജീൻസ്, അതിന്റെ വർക്കിംഗ്, അതിന്റെ പേരുകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക. എംബ്രിയോ ഡെവലപ്മെന്റ് സമയത്ത് ഡിഫറെന്റ് സ്റ്റേജസ്, ഗാസ്ട്രുല, ബ്ലാസ്റ്റുല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സ്റ്റേജസ്. ആ സ്റ്റേജസ് എന്തൊക്കെയാണ് അതിന്റെ ഓർഡർ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക. യു ക്യാൻ റെഫർ ഗിൽബർട്ട്സ് ടെക്സ്റ്റ് ഫോർ ഫിസിയോളജിയിൽ പഠിക്കേണ്ട കാര്യങ്ങൾ. നൈട്രജൻ ഫിക്സേഷൻ, ഫൈറ്റോ ഹോർമോൺസ് പറയുമ്പോൾ ഓക്സിൻ, സൈറ്റോകൈനിൻ അങ്ങനത്തെ സാധനങ്ങൾ, അവരുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്. പിന്നെ ഫൈറ്റോക്രോൺസ്, പെപ്റ്റോക്രോൺസ്, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ പഠിക്കണം. ഫോട്ടോസിന്തസിലും ETC ഉണ്ട്, റെസ്പിറേഷനിലും ETC ഉണ്ട്. അത് രണ്ടും അറിഞ്ഞിരിക്കണം. ഓൾമോസ്റ്റ് സിമിലർ ആണ്, രണ്ടിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. സെക്കൻഡറി മെറ്റബോളൈറ്റ്സ്, അതിന്റെ സിന്തറ്റിക് പാത്വേസും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക. ആൻഡ് ABC മോഡൽ ഓഫ് ഫ്ലവർ ഡെവലപ്മെന്റ്, ഒരു ഫ്ലവറിന്റെ ഡിഫറെന്റ് പാർട്സ് ഡെവലപ്പ് ചെയ്യുന്നതിന്റെ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നൊരു മോഡലാണ് ABC മോഡൽ, അത് അറിഞ്ഞിരിക്കും. സോ യു ക്യാൻ റെഫർ ദി ടെക്സ്റ്റ് ഓഫ് ടേസൺ, റീഗർ, ഹോപ്കിൻസിന്റെ ഫിസിയോളജി ടെക്സ്റ്റ് ഒക്കെ റെഫർ ചെയ്യാം. നെക്സ്റ്റ് ഇസ് മെറ്റബോളിസത്തിൽ എൻസൈം ആക്ഷന്റെ ഡിഫറെന്റ് മെക്കാനിസംസ് ഉണ്ട്, അത് അറിഞ്ഞിരിക്കാം. മൈക്കലിസ് മെന്റൻ ഇക്വേഷൻ ഉണ്ട്, അത് പഠിച്ചിരിക്കുക. പിന്നെ അമിനോ ആസിഡ്സ്, ലിപ്പിഡ്സ്, ടർപ്പീൻസ് പോലുള്ള സാധനങ്ങളൊക്കെ ബയോസിന്തസിസ് എങ്ങനെയാണ് നടക്കുന്നത്, ആ പാത്വേസിനെ കുറിച്ച് അറിഞ്ഞിരിക്കുക. ലെനിഞ്ചറുടെ ടെക്സ്റ്റ് റെഫർ ചെയ്യാം. അബൌട്ട് ബയോകെമിസ്ട്രിയിലെ ഡിഫറെന്റ് അമിനോ ആസിഡ്സ്, അവരുടെ ക്യാരക്ടർ എങ്ങനെയാണ്, അസിഡിക്, ബേസിക്, അങ്ങനത്തെ ഡിഫറെന്റ് അമിനോ ആസിഡ്സ് ഉണ്ട്. അവരുടെ ഡിഫറെന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഓരോ അമിനോ ആസിഡ്സിനും ഉള്ളത്, അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കുക. അമിനോ ആസിഡ്സിന്റെ 3 ലെറ്റർ കോഡ് ഉണ്ട്, സിംഗിൾ ലെറ്റർ കോഡ് ഉണ്ട്, അതൊക്കെ അറിഞ്ഞിരിക്കുക. പിന്നെ പ്രോട്ടീൻ സ്ട്രക്ചർ, പ്രോട്ടീൻസിന്റെ ഡിഫറെന്റ് സ്ട്രക്ചേഴ്സ് ഉണ്ട്, അതിനെക്കുറിച്ച് പഠിക്കുക. ഓരോ സ്ട്രക്ചറിലും എന്താണ് വ്യത്യാസം, അതിൽ വരുന്ന കെമിക്കൽ ബോണ്ടുകൾ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുക. രാമചന്ദ്രൻ പ്ലോട്ട്, പ്രോട്ടീൻ സ്ട്രക്ചറിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന രാമചന്ദ്രൻ പ്ലോട്ട്, അത് നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ടതാണ്. ആൻഡ് ഡിഫറെന്റ് കെമിക്കൽ ബോണ്ട്സ്, അയണിക് ബോണ്ട്, കോവലന്റ് ബോണ്ട് എന്നൊക്കെ ബോണ്ടുകൾ ഉണ്ടല്ലോ, അതിനെക്കുറിച്ചൊക്കെ പഠിച്ചിരിക്കണം. ഓൾസോ യു ക്യാൻ റെഫർ lineage. Next one, genetics. Genetics പഠിക്കുമ്പോൾ അതിൽ ക്രോമോസോമൽ അബറേഷൻസ് പഠിക്കുക. ഡിലീഷൻ, ഡ്യൂപ്ലിക്കേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ക്രോമോസോംസിൽ വരുന്ന അബറേഷൻസ്, ജനറ്റിക് ഡിസോർഡേഴ്സ് പഠിക്കുക. ജീൻ മാപ്പിംഗ്,
ട്രാൻസ്പോസോൺസ് നമ്മൾ നേരത്തെ പറഞ്ഞു ട്രാൻസ്പോസോൺസ് ഇപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഹാർഡി വിൻബർഗ് പ്രിൻസിപ്പിൾ പഠിക്കണം. പെഡിഗ്രി അനാലിസിസ് എന്തായാലും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളത് അറിഞ്ഞിരിക്കുക. സോ അത് റെഫറൻസ് ഇത്രയും ഡിഫറെൻറ്റ് ടെക്സ്റ്റുകളുണ്ട്. യു ക്യാൻ റെഫർ ഓൾ ഓഫ് ദീസ്. എല്ലാത്തുനിന്നും നമ്മൾ ഡാറ്റ കളക്ട് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. സ്റ്റാൻസ്ഫീൽഡിൻ്റെ ബുക്ക് ജെനറ്റിക്സിലെ പ്രോബ്ലംസ് പഠിക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ്. ഇമ്മ്യൂണോളജി ആദ്യം ആൻറ്റിബോഡീസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആൻറ്റിബോഡീസ് ഉണ്ട്. അത് ഏതൊക്കെയാണ്, അവരുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക. ആൻഡ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻസ് ഉണ്ട്, ടൈപ്പ് 1 ടൈപ്പ് 2 എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെക്കുറിച്ചും അറിഞ്ഞിരിക്കുക. ക്യൂബയുടെ ടെക്സ്റ്റ് ക്യാൻ ബി യൂസ്ഡ്. എവല്യൂഷൻ, ജിയോളജിക്കൽ ടൈം സ്കെയിൽ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. മിക്കവാറും അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ടൈം പീരീഡ് കൊടുത്തിട്ട് അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാൻ ചിലപ്പോൾ മാത്സ് ഫോളോയിങ് ആയിട്ട് വരാം. സോ ജിയോളജിക്കൽ ടൈം സ്കെയിൽ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓരോ ടൈം പീരീഡിൽ വരുന്ന പ്ലാന്റ്സ് ഏതാണ്, ആനിമൽസ് ഏതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ സ്പീസിയേഷൻ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്, അത് അറിഞ്ഞിരിക്കണം. ആൻഡ് ഡിഫറെൻറ്റ് സ്റ്റേജസ് ഇൻ ഹ്യൂമൻ ഇവല്യൂഷൻ. ഹ്യൂമൻസ് ഇവോൾവ് ചെയ്തപ്പോൾ ഡിഫറെൻറ്റ് സ്റ്റേജസ്, ഡയറക്റ്റായിട്ട് ഹോമോസേപ്പിയൻസ് ഉണ്ടാവുകയല്ലോ ചെയ്തത്. അതിന് മുമ്പ് കുറേ സ്പീഷീസുകളുണ്ട് അല്ലേ. അത് ഏതൊക്കെയാണ് ജസ്റ്റ് അറിഞ്ഞിരിക്കുക, പേരുകളെങ്കിലും എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. ഹാർഡി വിൻബർഗ് പ്രിൻസിപ്പിൾ. ആൻഡ് അബൌട്ട് മാസ് എക്സ്റ്റിങ്ഷൻസ്. നമ്മൾ ഡൈനോസറൊക്കെ എക്സ്റ്റിങ്റ്റ് ആയി പോയി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അതുപോലെ വേറെയും എക്സ്റ്റിങ്ഷൻസ് ഉണ്ട്. ആ എക്സ്റ്റിങ്ഷൻസ് ഏതൊക്കെയാണ്, ഏതൊക്കെ സമയത്താണ് നടന്നത് എന്നുള്ളതൊക്കെ അറിഞ്ഞിരിക്കണം. എവല്യൂഷൻ നമുക്ക് ഏത് ടെക്സ്റ്റായാലും കുഴപ്പമില്ല, കാര്യം കറക്റ്റായിട്ട് പഠിച്ച് വെച്ചാൽ മതി. ഇക്കോളജിയിൽ ധാരാളം റൂൾസും ലോസും പഠിക്കാനുണ്ട്. അതൊക്കെ അറിഞ്ഞിരിക്കുക. മാക്സിമം ഏതൊക്കെ പഠിക്കാൻ പറ്റുമോ അതൊക്കെ അറിഞ്ഞു വെക്കുക. എന്തിനെ കുറിച്ചാണ് ഓരോ ലോയും എന്നുള്ളത് അറിഞ്ഞിരിക്കുക. R&K സെലക്ഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് അറിയണം. ഗ്രോത്ത് കർവ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. പിന്നെ ലോട്ട്ക-വോൾട്ടറ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക് ഉണ്ട്, അറിഞ്ഞിരിക്കുക. പിന്നെ ഇന്റർസ്പെസിഫിക് ഇന്ററാക്ഷൻസ്, ഡിഫറെൻറ്റ് സ്പീഷീസ് തമ്മിലുള്ള ഇന്ററാക്ഷൻസിനെ കുറിച്ചിട്ട് അറിഞ്ഞിരിക്കണം. കിൻ സെലക്ഷൻ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്, അതിനെക്കുറിച്ചും അറിഞ്ഞിരിക്കുക. റെഫറൻസ് യൂജിൻ പി ഓഡം എന്ന് പറയുന്ന ഓതറിന്റെ ടെക്സ്റ്റാണ് പറയാറുള്ളത്. അത് പഠിക്കുന്നതായിരിക്കും നല്ലത്. ഏത് ടെക്സ്റ്റ് എന്നാണെങ്കിലും കറക്റ്റായിട്ടുള്ള കോൺസെപ്റ്റ് പഠിച്ചാൽ മതി. പിന്നെ മെത്തേഡ്സ് ഇൻ ബയോളജി, ധാരാളം മെത്തേഡ്സ് ഉണ്ട് ബയോളജിയിൽ. അതിൽ മെയിനായിട്ട് മിക്കവാറും ചോദിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇത് മാത്രം തന്നെ ആണെന്നില്ല, ധാരാളം കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. അബൌട്ട് മൈക്രോസ്കോപ്പി, ഡിഫറെൻറ്റ് മൈക്രോസ്കോപ്സ് ഉണ്ട്, അതിനെക്കുറിച്ച് ചോദിക്കാം. പ്ലാന്റ് ടിഷ്യൂ കൾച്ചറിനെ കുറിച്ച് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. REPD, RFLP, AFLP പോലത്തെ കാര്യങ്ങൾ. PCR, ഇലക്ട്രോഫോറസിസ്, ഫ്ലോ സൈറ്റോമെട്രി, ഫിഷ്, DNA സീക്വൻസിങ് മെത്തേഡ്സ്, പ്രോട്ടീൻ സീക്വൻസിങ് ഉള്ള മെത്തേഡ്സ്, ഇതൊക്കെയും അറിഞ്ഞിരിക്കണം. പിന്നെ മിസലേനിയസ് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടോപ്പിക്സ് ആണ്. ഫൈലം ക്യാരക്ടറിസ്റ്റിക്സ് സുവോളജിയിൽ പഠിച്ചിട്ടുണ്ടാവും. ഡിഫറെന്റ് ഫൈലം പഠിച്ചിട്ടുണ്ടാവും. ആ ഫൈലുകളുടെയൊക്കെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ് എന്ന് അറിഞ്ഞിരിക്കുക. ലൈക്ക് ആർത്രോപോഡ എന്ന് പറഞ്ഞാൽ ജോയിന്റഡ് ലെഗ്സ് ആണ്. അപ്പോൾ അത് ആ ഒരു ഫൈലത്തിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അല്ലേ. അങ്ങനെ ഓരോ ഫൈലത്തിനും മെയിൻ ആയിട്ടുള്ള ഒരു കുറെ ക്യാരക്ടേഴ്സ് ഉണ്ടാവും, അതെന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ ലാർവൽ ഫോംസ്, ഓരോ ഫൈലത്തിന്റെയും ലാർവൽ ഫോംസ് ഡിഫറെന്റ് ആയിരിക്കും, അതിനുള്ള പേരുകൾ ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ ഏത് ലാർവ ഏത് ഫൈലത്തിനാണ് വരിക എന്നുള്ളത് അറിഞ്ഞിരിക്കുക. പിന്നെ നമുക്ക് പറ്റാവുന്നത്രയും ഹ്യൂമൻ ഡിസീസസ് ആൻഡ് ദിയർ പോസിറ്റീവ് ഓർഗാനിസംസ് ഏതൊക്കെയാണെന്ന് പഠിക്കുക. ചിലതിന് വെക്ടേഴ്സ് ഉണ്ടാവും, മൈക്രോബ്സ്, ചില വെക്ടേഴ്സ് വഴിയാണ് ഹ്യൂമനിലേക്ക് എത്തുന്നത്. അപ്പോൾ ആ വെക്ടർ ഏതാണെന്ന് അറിഞ്ഞിരിക്കുക. അങ്ങനത്തെ കാര്യങ്ങൾ പഠിച്ചിരിക്കുക. പിന്നെ എംബ്രിയോ ഡെവലപ്മെന്റിലെ സ്റ്റേജസ് ഞാൻ നേരത്തെ പറഞ്ഞു തന്നെയാണ്. പിന്നെ ഡ്രോസോഫിലയുടെ ഡെവലപ്മെന്റിൽ ഉള്ള ചില കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റാവുന്ന കാര്യങ്ങൾ, അതിൽ വരുന്ന ചില ജീൻസ്, ഡെവലപ്മെന്റൽ സ്റ്റേജസ് ഏതൊക്കെയാണെന്നുള്ള പേരുകൾ, അതൊക്കെ അറിഞ്ഞിരിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ കുറച്ച് യൂട്യൂബ് ചാനൽസ് ആണ്. നമുക്ക് വായിച്ച് പഠിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ കാര്യങ്ങൾ കുറച്ച് കൂടെ എളുപ്പത്തിൽ മനസ്സിലാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് യൂട്യൂബ് ചാനൽസ് ഹെൽപ്ഫുൾ ആയിരിക്കും. യൂട്യൂബ് ചാനൽസ് നമ്മൾ പഠിക്കുമ്പോൾ നോക്കേണ്ടത് അതിൽ തെറ്റുണ്ടോ എന്നുള്ളത് നമ്മൾ വേറെ ബുക്കുകളുമായിട്ടും ഒക്കെ ക്രോസ് ചെക്ക് ചെയ്തിട്ട് വേണം പഠിക്കാൻ. അതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ഒരിക്കലും പഠിക്കാതിരിക്കാനായിട്ട് നോക്കാം. അപ്പോൾ ഇത് കുറച്ച് യൂട്യൂബ് ചാനൽസിൻ്റെ പേരുകളാണ്. നമുക്ക് വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ യൂട്യൂബിൽ പോയി നിങ്ങൾ ടോപ്പിക് സെർച്ച് ചെയ്താൽ ധാരാളം ചാനൽസ് അല്ലെങ്കിൽ വീഡിയോസ് അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടബിളായി തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് യൂസ് ചെയ്യാം. ഈ ചാനലുകളുടെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അത്രയാണ്
നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ട ടോപ്പിക്സ്. ഇത് കൂടുതൽ പഠിക്കാം. ഇത് പഠിച്ചാൽ ഏകദേശം കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. കൂടുതൽ പഠിച്ചാൽ എത്രത്തോളം കൂടുതൽ പഠിക്കുന്നു അത്രയും നല്ലത്. അപ്പം എല്ലാവരും നെറ്റിനെ പ്രിപ്പയർ ചെയ്യുന്നവർ, JRF പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടെങ്കിൽ നന്നായി പഠിക്കാം. നമുക്ക് നെറ്റും JRF ഒക്കെ കിട്ടി നല്ല നിലയിലെത്തട്ടെ എന്ന് ആശംസിക്കുന്നു.